യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 1. ജനത്തിൻ്റെ അതിക്രമങ്ങൾ. ആമോസിൻ്റെ പുത്രനായ യേശയ്യായിക്ക് യൂദാ രാജാക്കന്മാരായ ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവരുടെ കാലത്ത് യൂദയയെയും ജെറുസലേമിനെയും കുറിച്ചുണ്ടായ ദർശനം. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ. അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി. ഇനിയും നിങ്ങളെ പ്രഹരിക്കണമോ? എന്തേ നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു? നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ്, ഹൃദയം തളർന്നു പോയിരിക്കുന്നു. ഉള്ളങ്കാൽ മുതൽ ഉച്ചിവരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല. ചതവുകളും വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം. അവയെ കഴുകി വൃത്തിയാക്കുകയോ വെച്ചുകെട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല. നിങ്ങളുടെ രാജ്യം ശൂന്യമായി, നിങ്ങളുടെ നഗരങ്ങൾ കത്തിനശിച്ചു. നിങ്ങൾ നോക്കി നിൽക്കവേ വിദേശീയർ നിങ്ങളുടെ ദേശം വിഴുങ്ങിക്കളഞ്ഞു. വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിർജ്ജനമായിരിക്കുന്നു. മുന്തിരിത്തോപ്പിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും ആക്രമിക്കപ്പെട്ട നഗരം പോലെയും സിയോൻ പുത്രി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നാം സോതോം പോലെ ആകുമായിരുന്നു, ഗൊമോറ പോലെയും ആയിത്തീരുമായിരുന്നു. സോതോമിൻ്റെ അധിപതികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവീൻ. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവീൻ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻ കുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവീൻ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവീൻ. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവീൻ. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവീൻ. നീതി അന്വേഷിക്കുവീൻ. മർദ്ദനം അവസാനിപ്പിക്കുവീൻ. അനാഥരോട് നീതി ചെയ്യുവീൻ. വിധവകൾക്കു വേണ്ടി വാദിക്കുവീൻ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവീൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നതെങ്ങനെ? നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ ഇന്ന് കൊലപാതകികളാണ് വസിക്കുന്നത്. നിന്റെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു. നിന്റെ വീഞ്ഞിൽ വെള്ളം കലർത്തിയിരിക്കുന്നു. നിന്റെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ്.
അവർ കള്ളന്മാരോട് കൂട്ടുചേരുന്നു. സകലരും കോഴ കൊതിക്കുന്നു, സമ്മാനത്തിൻ്റെ പിന്നാലെ പായുന്നു. അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ വിധവകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ്, ഇസ്രായേലിൻ്റെ ശക്തനായവൻ അരുളി ചെയ്യുന്നു: എൻ്റെ ക്രോധം എൻ്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ചൊരിയും. എൻ്റെ വൈരികളോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. ഞാൻ എൻ്റെ കരം നിനക്കെതിരായി ഉയർത്തും. ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. ആദിയിലെന്ന പോലെ നിൻ്റെ ന്യായാധിപന്മാരെയും ഉപദേശകന്മാരെയും ഞാൻ പുനഃസ്ഥാപിക്കും. നീതിയുടെ നഗരമെന്ന്, വിശ്വസ്ത നഗരമെന്ന് നീ വിളിക്കപ്പെടും. സിയോൻ നീതി കൊണ്ട് വീണ്ടെടുക്കപ്പെടും. അവിടെ അനുതപിക്കുന്ന എല്ലാവരും ധർമ്മനിഷ്ഠം കൊണ്ടും. എന്നാൽ കലഹപ്രിയരും പാപികളും ഒന്നടങ്കം നശിക്കും. കർത്താവിനെ പരിത്യജിക്കുന്നവർ നിശേഷം ഇല്ലാതാകും. നിങ്ങൾക്ക് ആനന്ദം പകർന്ന കരവേലക മരങ്ങൾ നിങ്ങളെ ലജ്ജിപ്പിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്ത ഉദ്യാനങ്ങളെക്കുറിച്ച് നിങ്ങൾ ലജ്ജിതരാകും. നിങ്ങൾ ഇല കൊഴിഞ്ഞ കരുവേലക വൃക്ഷം പോലെയും വെള്ളമില്ലാത്ത ഉദ്യാനം പോലെയും ആകും. ബലവാൻ ചണനാര് പോലെയും അവൻ്റെ പ്രവൃത്തികൾ തീപ്പൊരി പോലെയും ആയിത്തീരും. രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും. അഗ്നി ശമിപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഏശയ്യായുടെ പ്രവചനം യൂദാ രാജാക്കന്മാരായ ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവരുടെ കാലത്താണ് ഉണ്ടായത്. ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭീഷണി നേരിടുകയായിരുന്നു. യൂദാ രാജ്യം ബാഹ്യമായി സുരക്ഷിതമെങ്കിലും ആത്മീയമായി വലിയ തകർച്ചയിലായിരുന്നു. ജനം ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്ദേശവുമായി കടന്നു വരുന്നത്. ദൈവവുമായുള്ള ഉടമ്പടി മറന്ന ജനത്തെ ഓർമ്മിപ്പിക്കാനും പാപത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുമാണ് അവിടുന്ന് യെശയ്യായെ അയച്ചത്. ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം ദൈവത്തിൻ്റെ കോപവും എന്നാൽ അവിടുത്തെ കാരുണ്യവുമാണ്. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. ഇസ്രായേൽ ജനം ദൈവത്തെ തള്ളിപ്പറഞ്ഞതിനാൽ അവിടുന്ന് അവർക്ക് ശിക്ഷ നൽകുമെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. പാപം നിറഞ്ഞ ജീവിതം ഉപേക്ഷിച്ച് പശ്ചാത്തപിച്ചാൽ ദൈവം ക്ഷമിക്കാൻ തയ്യാറാണെന്ന മഹത്തായ വാഗ്ദാനവും ഇതിലടങ്ങിയിരിക്കുന്നു. ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നതാണ് അവിടുത്തെ പ്രധാന ആഹ്വാനം. സഹോദരങ്ങളെ, യെശയ്യായുടെ പ്രവചനങ്ങൾ ആഹാസ് രാജാവിൻ്റെയും പിന്നീട് ഹെസക്കിയ രാജാവിൻ്റെയും കാലത്ത് ഭാഗികമായി പൂർത്തിയായി. ജനം പാപം തുടർന്നപ്പോൾ അസീറിയക്കാർ യൂദയായെ ആക്രമിക്കുകയും നഗരങ്ങൾ കത്തിനശിക്കുകയും ചെയ്തു. രാജ്യം ശൂന്യമായി. വിദേശീയർ ദേശം വിഴുങ്ങിക്കളഞ്ഞു. അത് നിർജ്ജനമായി. ഈ ദുരന്തങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പ്രാരംഭ സൂചനകളായിരുന്നു. എന്നാൽ ഹെസക്കിയ രാജാവിൻ്റെ കാലത്ത് ജനം പശ്ചാത്തപിക്കുകയും ദൈവത്തിലേക്ക് തിരികുകയും ചെയ്തപ്പോൾ ദൈവം അവരെ അസീറിയൻ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിച്ചു. പൂർണ്ണമായ പ്രവചനം പിന്നീട് ബാബിലോൺ പ്രവാസകാലത്തും അതിനുശേഷവും പൂർത്തിയായതായി നാം വായിക്കുന്നു. യെശയ്യായുടെ ഈ വാക്കുകളിൽ അവിടുത്തെ ധൈര്യവും ദൈവത്തോടുള്ള വിശ്വസ്തതയും ജനത്തോടുള്ള സ്നേഹവും വ്യക്തമാണ്. പാപത്തിൽ മുഴുകിയിരിക്കുന്ന ജനത്തെ ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ എന്ന് വിളിക്കാൻ അവിടുന്ന് മടിക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്ദേശം അതേപടി അറിയിക്കാനുള്ള ചങ്കൂറ്റം യെശയ്യായ്ക്കുണ്ടായിരുന്നു. അതേസമയം ജനത്തിൻ്റെ അവസ്ഥ കണ്ട് യെശയ്യായുടെ ഹൃദയം നൊമ്പരപ്പെടുന്നുമുണ്ടായിരുന്നു. കാരണം ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല എന്ന് പറയുമ്പോൾ ജനത്തിൻ്റെ ആത്മീയ മുറിവുകൾ അവിടുന്ന് തിരിച്ചറിഞ്ഞു. പ്രവാചകൻ ദൈവത്തിൻ്റെ വക്താവായി നിന്നുകൊണ്ട് ജനത്തെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. പ്രിയ ദൈവജനമേ, ഈ ഒന്നാം അധ്യായം നമുക്ക് നൽകുന്ന പ്രധാന പാഠം പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നതാണ്. കാളയും കഴുതയും തങ്ങളുടെ ഉടമസ്ഥനെ അറിയുമ്പോൾ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ തിരിച്ചറിയുന്നില്ല. ഇത് നമ്മുടെ ആത്മപരിശോധനയ്ക്ക് ഉതകുന്ന ഒരു കാര്യമാണ്. അനുതാപമില്ലാത്ത ആരാധനയും ബലിയർപ്പണവും ദൈവത്തിന് വെറുപ്പാണ്. പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും കൂദാശകളും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ സഹായിക്കണം. അനീതിയും അക്രമവും ഉപേക്ഷിച്ച് പാവപ്പെട്ടവനെയും അനാഥനെയും വിധവയെയും സഹായിക്കണമെന്ന സാമൂഹിക പാഠവും ഈ തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. യെശയ്യായുടെ കാലത്തെ ഇസ്രായേൽ സമൂഹവും
ഇന്നത്തെ നമ്മുടെ സമൂഹവും തമ്മിൽ വലിയ സാമ്യങ്ങളുമുണ്ട്. ഭൗതിക സുഖങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പിന്നാലെ പോകുന്ന ആധുനിക മനുഷ്യൻ ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങളും അനീതികളും അഴിമതികളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ അരുതായ്മകളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ തിന്മകൾക്കെതിരായി നിലകൊള്ളാനും ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഈ വചനം നമ്മെ വെല്ലുവിളിക്കുന്നു. നമ്മുടെ സമൂഹം ആത്മീയമായി മുറിവേറ്റ ഒരു സമൂഹമാണ്, ഒരു സംശയം വേണ്ട. അതിനാൽ ഈ മുറിവുകൾ ഉണക്കാൻ നാം ഓരോരുത്തരും, നിങ്ങളും ഞാനും പരിശ്രമിച്ചേ മതിയാവും. ദൈവം നീതിമാനാണ്, അവിടുന്ന് പാപത്തെ വെറുക്കുന്നു. ഏശയ്യായുടെ അധ്യായം 1 ന്യായവിധിയെക്കുറിച്ചുള്ള വ്യക്തമായ മുന്നറിയിപ്പുമുണ്ട്. നിങ്ങളുടെ നഗരങ്ങൾ കത്തി നശിച്ചു എന്നത് പാപത്തിനുള്ള ശിക്ഷയാണ്. ജനം മാനസാന്തരപ്പെടാതിരുന്നാൽ അവർ വാളിനിരയാകുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് തക്കതായ ശിക്ഷയുണ്ട് എന്നാണ്. ഈ ലോകത്തിലെ നമ്മുടെ പ്രവൃത്തികൾക്ക് ദൈവത്തിൻ്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതിനാൽ ന്യായവിധിയെ ഭയന്ന് പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നാം ശ്രദ്ധിക്കണം. വിശുദ്ധമായ ജീവിതം നയിക്കാനാണ് നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോഴും ദൈവം കാരുണ്യമുള്ളവനാണ്. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ വെളുക്കും, ഞാൻ വെളുപ്പിക്കും. അവ രക്തവർണ്ണമാണെങ്കിലും കമ്പിളി പോലെ വെണ്മയുള്ളതാകും. ഇത് ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യത്തിൻ്റെ വാഗ്ദാനമാണ്. പശ്ചാത്തപിക്കുന്നവർക്ക് അവിടുന്ന് ക്ഷമയും പുതിയ ജീവിതവും നൽകും. ഈ പ്രത്യാശയാണ് സഹോദര സഹോദരി നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് നമ്മുടെ പാപങ്ങളേറ്റു പറഞ്ഞ് അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കാൻ ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നു. ഏശയ്യായുടെ ഈ പ്രവചനങ്ങൾ മിശിഹായുടെ വരവിനുള്ള ഒരുക്കമായി നമുക്ക് കാണാം. ക്രിസ്തുവിൻ്റെ ഒന്നാം വരവ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാനായിരുന്നു. ഈ അധ്യായത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ കാരുണ്യവും പാപമോചനവും ക്രിസ്തുവിലൂടെ നമുക്ക് സാധ്യമായി. ഇനി വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുക്കത്തോടെ കാത്തിരിക്കണം. അന്ന് അവിടുന്ന് നീതിയോടെ വിധിക്കും. അതിനാൽ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ നാം പരിശ്രമിക്കണം. ഏശയ്യായുടെ പുസ്തകം 1 അധ്യായത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും അവിടുത്തെ നീതിയുടെയും ഒരു നേർക്കാഴ്ചയാണ് നാം കണ്ടത്. അവിടുന്ന് നമ്മെ മക്കളായി സ്നേഹിക്കുന്നു. എന്നാൽ പാപത്തിൽ തുടരുന്നത് അവിടുത്തേക്ക് സഹിക്കാനാവില്ല. മാനസാന്തരപ്പെട്ട് നീതിയുടെ പാതയിൽ സഞ്ചരിച്ച് ദൈവഹിതം നിറവേറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അവിടുത്തെ കാരുണ്യത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ മുന്നേറാം. ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ച് അവിടുത്തെ രാജ്യത്തിനായി നമ്മെ തന്നെ ഒരുക്കാം. അങ്ങനെ നിത്യരക്ഷ പ്രാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ദൈവം അതിനുള്ള കൃപ നമുക്ക് തരും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.